ഹായ് ഹലോ അസ്സലാമലൈക്കും വണക്കം നമസ്കാരം ഗായ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുസൃതി ചോദ്യമായിട്ടാണ്. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇവൻ എന്തിനാണ് ഈ കുസൃതി ചോദ്യം കൊണ്ടുവന്നതെന്ന്. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ ഗായ്സ്, അതല്ലേ എൻ്റെ ഒരു കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം ഗായ്സ്. ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കഥ പറയുന്ന രീതിയിൽ പറയേണ്ടുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഒരു വില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പുറം അപ്പുറം വീടുകളൊക്കെ കാണുമല്ലോ, പിന്നെ ഇടയ്ക്ക് ഒരു മതിലൊക്കെ ചിലപ്പോൾ കാണും. പക്ഷെ എന്നാലും വീടുകൾ അടുപ്പിച്ചുള്ളതാണല്ലോ വില്ല. അപ്പം ഇപ്പുറത്തെ വീട്ടില് ഒരു രണ്ട് വീടുണ്ട്, രണ്ട് വീട് അങ്ങനെ രണ്ട് വീട് വെച്ചുള്ളൊരു ചോദ്യമാണിത്. അപ്പം ഇപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി പുതുതായിട്ട് താമസം മാറി വന്നതാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ നേരത്തെ അവിടെ താമസത്തിനുണ്ട്. അപ്പൊ ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഈ ചേച്ചി ഒരൊറ്റ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ ഗായ്സ്, എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഉത്തരം. അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോ പറയാം ഗായ്സ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചോദിച്ചു, എന്താണ് മോളെ കഴുകുന്നത്? ഈ ചേച്ചി തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താണ് മോളെ കഴുകുന്നത്? എന്തിനാണ് മോളെ ഈ ഹീലുള്ള ചെരുപ്പിട്ടിരിക്കുന്നത്? ഇപ്പൊ രണ്ടാമത്തെ ചോദ്യമാണേ, എന്തിനാണ് മോളെ ഈ ഹീലിട്ടുള്ള ചെരുപ്പിട്ടിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം എന്താണ് മോളെ കഴുകുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് മോളെ ഹീലുള്ള ചെരുപ്പിട്ടിരിക്കുന്നത്. പിന്നെ ചോദിച്ചു, എന്താണ് മോളെ ഈ ബക്കറ്റിൽ നിന്ന് വരുന്നത്? എന്താണ് മോളെ ഈ ബക്കറ്റിൽ നിന്ന് വരുന്നത്? അത് മൂന്നാമത്തെ ചോദ്യമാണേ. പിന്നെ ഈ ചേച്ചിയുടെ പേര് മറ്റേ ചേച്ചിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, മോളെ പേരെന്താണ്? ഞാനൊന്നുകൂടെ വ്യക്തമായി ചോദ്യം പറയാം ഗായ്സ്. എന്താണ് കഴുകുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് ഈ ഹീലുള്ള ചെരുപ്പിട്ടിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഈ ബക്കറ്റിൽ നിന്ന് വരുന്നത് എന്താണ്? മോളെ പേരെന്താണ്? ഇത് 4 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമാണ് ഗായ്സ് പറഞ്ഞത്. ആ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് അടിക്കൂ. മോൻ ഗായ്സ് ഉത്തരം പറയൂ. അപ്പൊ താഴെ കാണുന്ന കമന്റ് ബട്ടണിലോട്ട് കമന്റ് അടിച്ച് ഉത്തരങ്ങൾ പറയൂ. അപ്പൊ നമുക്ക് നോക്കാം ആർക്കൊക്കെ ശരി ഉത്തരം കിട്ടുന്നു എന്നൊക്കെ. നമുക്ക് ശരി ഉത്തരം അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇതൊരു കുസൃതി ചോദ്യമാണല്ലോ, അതൊക്കെ ഒരു കുസൃതിയല്ലേ ഗായ്സ്, അതൊക്കെ ഒരു രസമല്ലേ. അപ്പോ ടാറ്റാ ബാബ, അടുത്ത വ്ലോഗുമായി കാണുന്നവരെ. ഞാൻ അങ്ങനെ വെച്ചിട്ട് പോകുന്നില്ല. അപ്പൊ ഞാനൊരു ക്ലൂവും കൂടെ തരാം. ക്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ആണ് കേട്ടോ. ഇതാണ് എന്റെ ക്ലൂ. അപ്പൊ ടാറ്റാ ബൈ.